വേണുഗോപാൽ കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിച്ചതോടെ PV അൻവറിന്റെ UDF പ്രവേശനം അനിശ്ചിതത്വത്തിൽ. കേരളത്തിലെ നേതൃത്വം വിഷയം പരിഹരിക്കുമെന്നാണ് KC വേണുഗോപാലിന്റെയും നിലപാട്. ഇതോടെ PV അൻവർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയാനുള്ളത്. അൻവറിനെ പിന്തുണച്ച് മണ്ഡലത്തിൽ പലയിടത്തും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. അതിനിടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണങ്ങളിൽ സജീവമായിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയെ നാളെ ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. വിവരങ്ങളുമായി അർജുൻ രാജാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, പുതിയൊരു ദിവസം തുടങ്ങുകയാണ്. നിലമ്പൂരിൽ പ്രചാരണം ഏറെ സജീവമാകുന്ന ഒരു ദിവസത്തിലേക്കാണ് കടക്കുന്നത്. ഇന്നും ആളുകൾ കൂടുതലായും ചർച്ച ചെയ്യുന്നത് PV അൻവർ എങ്ങോട്ടേക്കായിരിക്കും, അല്ലെങ്കിൽ PV അൻവറിന് ഇനി എന്താണ് PV അൻവറിന്റെ നീക്കം എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ KC വേണുഗോപാൽ PV അൻവറുമായി ചർച്ചയ്ക്ക് കൂട്ടാക്കാതെ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു. KC വേണുഗോപാൽ പറഞ്ഞത് സംസ്ഥാന നേതൃത്വം തന്നെ തീരുമാനിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അൻവർ KC വേണുഗോപാൽ ചർച്ച നീളും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി എപ്പോഴാണ് ഒരു സമവായത്തിന് സാധ്യതയുള്ളത്? ഇന്നത്തെ കൂടുതൽ പ്രതീക്ഷകൾ ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? സ്വാതി, അൻവറിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കം എന്താണ് എന്നതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇന്നും നിലമ്പൂരിലെ രാഷ്ട്രീയം മുന്നോട്ട് പോവുക. ഇന്നലെ ഒരു നിർണായകമായ കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത അൻവർ തേടിയിരുന്നു. അതായത് ഇനിയുള്ള പ്രതീക്ഷ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ ഇടപെട്ടുകൊണ്ട് തന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന നിലപാടാണ് ഇന്നലെ അൻവർ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് പോയി അദ്ദേഹം KC വേണുഗോപാലുമായി ചർച്ച നടത്താനുള്ള സാധ്യത തേടിയത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ചയ്ക്ക് KC വേണുഗോപാൽ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇത് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ വരികയാണെങ്കിൽ ഇനി എന്താണ് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്നത് ഒരു അനിശ്ചിതത്തിലാണ്. കാരണം ഇതിനോടകം തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, പ്രത്യേകിച്ച് VD സതീശൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു കടുത്ത നിലപാട് അൻവറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു UDF പ്രവേശനം സാധ്യമാകില്ല അൻവറിന് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിലമ്പൂരിൽ എന്ത് തീരുമാനമെടുക്കണം, എന്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അക്കാര്യത്തിൽ ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃയോഗം മഞ്ചേരിയിൽ വെച്ച് വൈകിട്ട് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. പ്രത്യേകിച്ച് പാർട്ടി UDFിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു അനുകൂലമായിട്ടുള്ള സമവായത്തിനുള്ള ശ്രമങ്ങളൊന്നും നടക്കാതിരിക്കെ കടുത്ത നിലപാടിലേക്ക് പോകണമെന്ന വികാരം ഉള്ള ആളുകൾ അൻവർ അനുകൂലികളായിട്ട് ഉണ്ട്. അവർ ഇന്നലെ തന്നെ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ ഉടനീളം ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത നിലപാടിലേക്ക് പോകണമെന്ന വികാരം ഉള്ള ആളുകളുണ്ട്. അത്തരത്തിലൊരു വികാരം പ്രതിഫലിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ നേരത്തെ അൻവർ പറഞ്ഞുകൊണ്ടിരുന്ന മത്സരിക്കാനുള്ള സാധ്യത നിലമ്പൂരിൽ ഉരുത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ട് എന്ന തോന്നൽ അൻവറിന് പോലുമുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായ നീക്കം കോൺഗ്രസിന്റെയോ UDFിന്റെയോ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ടാണ് VD സതീശനെ ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് KC വേണുഗോപാലിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അൻവർ നിന്നത്. പക്ഷേ KC വേണുഗോപാൽ തന്നെ ഇക്കാര്യം സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചുകൊള്ളും, തനിക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അത് സംസ്ഥാന തലത്തിലേക്ക് അദ്ദേഹം വിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും പന്ത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. അവർ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നുമില്ല. അതുകൊണ്ടാണ് ഇന്ന് വൈകിട്ട് ചേരുന്ന TMCയുടെ നേതൃയോഗം പ്രധാനമാകുന്നത്. ആ യോഗത്തിലായിരിക്കും എന്താണ് അൻവറിന്റെ രാഷ്ട്രീയ നീക്കം, അല്ലെങ്കിൽ TMC എടുക്കേണ്ട നിലപാട് എന്താണെന്ന് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് ഇന്ന് വൈകിട്ട് ചേരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃയോഗം കടക്കും. അതേ സമയത്ത് തന്നെ ഇത് അൻവർ എന്ത് നീക്കം നടത്തിയാലും, അല്ലെങ്കിൽ അൻവർ പിന്തുണച്ചില്ലെങ്കിൽ കൂടിയും അത് തങ്ങളുടെ വിജയ സാധ്യതയെ ഇല്ലാതാക്കില്ല എന്ന നിലപാട് UDF ക്യാമ്പിനുണ്ട്. സജീവമായി തന്നെ ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. അതേ സമയത്ത് ഇപ്പോഴും പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താത്തത് LDFും BJPയുമാണ്. LDFിന്റെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരുകയാണ്. മറ്റന്നാളാണ് സംസ്ഥാന മണ്ഡലം കൺവെൻഷൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ CPIM അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത്. മറ്റന്നാൾ തൊട്ട് സജീവമായി നിലമ്പൂരിലേക്ക് LDFിന്റെ പ്രചാരണം കൂടി എത്തും. മറ്റന്നാൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന കൺവെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പ്രചരണം വലിയ സജീവമായി ശക്തമായി മുന്നോട്ട് പോകും. ഇന്നെന്തായാലും പ്രധാനമായും അൻവറിന്റെ നീക്കങ്ങൾ എന്താണ് എന്നതിനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും നിലമ്പൂരിലെ രാഷ്ട്രീയം നിലകൊള്ളുക. സ്വാതി.
ശരി അർജുൻ, എന്തായാലും ഇന്ന് സജീവമായ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് നിലമ്പൂർ കടക്കും എന്നുള്ളത് ഉറപ്പാണ്. അർജുൻ സൂചിപ്പിച്ചതുപോലെ PV അൻവറിന്റെ ഇന്നത്തെ നീക്കം എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും.